ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു മാങ്ങാച്ചാർ ഇട്ടാലോ. നമുക്ക് വിനാഗിരിയോ വേറെ പൊടി ഐറ്റംസ് നമ്മുടെ അച്ചാർ പൊടിയോ അങ്ങനെ ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതുപോലും ഇല്ലാതെ നമുക്കൊരു 2 മിനിറ്റിൽ നമുക്കൊരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. മാങ്ങാ അച്ചാർ, അത് നല്ല മാങ്ങ നല്ല കടിച്ച് കല്യാണ സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന മാങ്ങാച്ചാർ, നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാറില്ലേ, ആ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കണ്ട ഒരു 5 മാങ്ങ, ഈ മഴയായിരുന്നപ്പോൾ മഴയത്ത് വീണ് കിട്ടിയതാണ്. അപ്പോൾ 5 മാങ്ങ ഞാൻ അരിഞ്ഞ് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ തിരുമ്മി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പ് തിരുമ്മി ഒരു 2 മണിക്കൂർ ഈ മാങ്ങ ഒന്ന് വെക്കുവാണെങ്കിൽ ആ മാങ്ങയെല്ലാം പുളിയെല്ലാം ഉപ്പെല്ലാം ഒന്ന് പിടിച്ച പുളിയൊക്കെ ഒരു പരുവത്തിലിരിക്കും. നമ്മൾ എങ്ങനത്തെ അച്ചാറിടാനായിട്ട് വെക്കുവാണെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ഒരു മാങ്ങ ഒന്ന് അരിഞ്ഞിട്ട് നല്ലൊരു ഉപ്പുപൊടി ഒന്ന് തിരുമ്മി 1 മണിക്കൂറോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ വൈകിട്ട് തിരുമ്മി വെച്ചിട്ട് നാളെ ആണെങ്കിലും എടുത്താൽ നല്ലതായിരിക്കും. ആ മാങ്ങ അച്ചാറിന് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മാങ്ങ ഞാൻ 5 മാങ്ങ, നമ്മുടെ ഇവിടുത്തെ മാങ്ങ തന്നെയാണ്, കെമിക്കൽ ഇട്ട മാങ്ങ, നല്ല മാങ്ങയാണ്, നല്ല ഒത്തിരി പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ തൊണ്ട് ഭയങ്കര കട്ടിയാണ്, അത് കാരണം ഞാൻ ആ തൊണ്ട് ചെത്തിക്കളഞ്ഞിട്ട് ഇട്ടേക്കുന്നതാണ്. ഞാൻ ഇതിനകത്ത് നല്ലെണ്ണയോ ഒന്നുമല്ല ചേർക്കുന്നത്, ഞാൻ സാധാ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞാൻ ഈ അച്ചാറിടാൻ പോകുന്നത്. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അവിടെ ഇരുന്നോളൂ. നല്ല ആ മാങ്ങ വെന്തും പോകരുത്, നല്ല കടുകിടാന്നുള്ള അച്ചാർ. നമുക്ക് ഈ ചിലപ്പോൾ ചില ഹോട്ടലുകളിൽ കിട്ടും, ചില കല്യാണ വീടുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഈ അച്ചാറില്ല, അത്ര അതേ സെയിം അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതേ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഭൂരിപക്ഷം അച്ചാറുകൾ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ അന്നേരമൊക്കെ കൂട്ടാനുള്ള അച്ചാറുകളെല്ലാം ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വല്ലതും പിള്ളേർക്ക് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് ഇരിക്കേണ്ടതൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ നാരങ്ങ അച്ചാറൊക്കെ അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ നമുക്കൊരു 1/2 സ്പൂണ് കടുകൊന്നിടാവേ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 സ്പൂൺ ഉലുവയാണ്. ഇനി ഉലുവ പൊടി വേണ്ടിയവർക്ക് ഉലുവ പൊടി ചേർക്കാം. ഞാനിങ്ങനെ ഈ മുഴുവനായിട്ടുള്ള ഉലുവയാണ് അതിനകത്തേക്ക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചേർക്കണേ. ഇതിപ്പം ഇത്ര 5 മാങ്ങായേ ഉള്ളൂ. 5 മാങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങായാണ്, 5 എണ്ണമേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില ഇതെല്ലാം കൂടി ഉണങ്ങിപ്പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉള്ളത് പറിച്ച് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കടുക് ഉലുവായും കൂട്ടുമ്പോൾ ഞാൻ ഒരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളിയും കൂടെ ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചാറിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് ഇടണോ നിർബന്ധമൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണ് ഇത് ഇടണമെന്നുണ്ട്. ഞാൻ പക്ഷേ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങ് ചേർത്തതേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്താൽ മതി. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി മാത്രം, ഇച്ചിരി കടുക് ഇട്ട് ഇച്ചിരി മുളക് പൊടി ചൂടാക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മതി. നല്ല സുന്ദരൻ അച്ചാറാണ്. ഇതിനകത്ത് നമ്മൾ മറ്റേ വിനാഗിരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഇതേ അങ്ങനെ നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇത് നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേച്ച് വേണം നമ്മുടെ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഈ കൊച്ച ഇളക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, പക്ഷേ എത്തത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി. ഇനിയിപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കണമെങ്കിൽ ഇളക്കിയെടുക്കാം, ഇതിനകത്തോട്ട് ഇടണമെങ്കിൽ എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. ഞാനിപ്പം ഇതിനകത്തോട്ട് ഈ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഞാൻ ഇട്ടേച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതുള്ള. നമ്മൾ തിരിച്ചിനകത്തേക്ക് നമ്മൾ തുള്ളി പോലും ഇത് ചൂടാക്കുന്നില്ല. നമ്മളിത് മാങ്ങ ഒട്ടും വേവിക്കുന്നില്ല കേട്ടോ.
ഇത് നല്ലപോലെ ഇതുണ്ടോ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ആ ഉപ്പും ഒക്കെ കൂടെ കിടക്കുന്നതുകൊണ്ട് അത് നല്ലപോലെ ഇതിനകത്ത് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ മാങ്ങ നല്ലപോലെ ഇളക്കി ഇതുണ്ട് നല്ല ഉപ്പും ഇതെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് നോക്കട്ടെ ഉപ്പ് കുറവ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കായം കൂടെ ചേർത്ത് കൊടുക്കാം, കായപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ കായവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്കിനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കേച്ച് വലിയ ഓവർ മധുരമല്ല, എരിവും പുളിയും ഉപ്പും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ ചെറിയൊരു മധുരമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞല്ലേ എന്താ പറയുക നമ്മുടെ കിട്ടിലെ അല്ലേ അതിലും വാക്കുകളുണ്ടെങ്കിൽ അത്രയും നല്ല മാങ്ങ അച്ചാറാണ്. അവിടെ ഒത്തിരി വലിയ വെള്ളമോ ചാറോ ഒന്നുമില്ല. ഇപ്പം നമുക്ക് വല്ലവർക്കും ഒക്കെ കൊടുത്തു വിടാനാണെങ്കിലും നമുക്കിങ്ങനെ കൊടുത്തു വിടാം കേട്ടോ. ഇങ്ങനത്തെ അച്ചാറുണ്ടാക്കി ഇതിനകത്ത് ഒത്തിരി ചാറും ഇല്ല. പുറത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇന്നിപ്പോൾ കൊണ്ടുപോയിട്ട് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നേർച്ച കഞ്ഞിയുടെയൊക്കെ കൂടെ കിട്ടുകയല്ലേ അതേ സെയിം ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ മാങ്ങാടെയൊക്കെ സീസണല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ. അതുപോലെ മാങ്ങാച്ചാർ ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.